സുഹൃത്തുക്കളെ, അപ്പോൾ നമ്മൾ ചെറുകിട ബിസിനസ് അഥവാ സംരംഭങ്ങളുടെ തുടക്കകാലങ്ങളെ പറ്റിയാണ് നമ്മളെ വീഡിയോയിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ബിസിനസ് തുടങ്ങുമ്പോൾ പ്രധാനമായും നമുക്ക് വേണ്ട 1-2 പ്രധാനപ്പെട്ട ക്വാളിറ്റി എന്ന് പറയുന്നത്, ഒന്ന്, ബിസിനസ് തുടങ്ങുന്ന ഒരാൾക്ക് ക്ഷമ എന്ന് പറയുന്നൊരു സംഗതി അടിസ്ഥാനപരമായിട്ട് വേണ്ട ഒരു ക്വാളിറ്റിയാണ്, ഒരു സ്വഭാവ ഗുണമാണ്. ക്ഷമയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ തുടങ്ങുന്ന ബിസിനസ്സിൻ്റെ സക്സസ് വരെ നമുക്ക് എത്തിപ്പെടാൻ സാധിക്കില്ല. അതിന് മുമ്പ് ഒന്നുകിൽ നമ്മളത് നിർത്തും, അതല്ലാന്നുണ്ടെങ്കിൽ നമ്മളത് മറ്റാർക്കെങ്കിലും കൈമാറും. അപ്പോൾ ഒന്ന്, നമുക്ക് അടിസ്ഥാനപരമായിട്ട് വേണ്ടത് ക്ഷമയാണ്. ഏതൊരു ബിസിനസ്സും ഏതൊരു സംരംഭവും അതിനൊരു റിസൾട്ട് തരുന്നതിനൊരു ടൈം പീരീഡ് ഉണ്ടാവും. അത് ആ തുടങ്ങുന്ന ബിസിനസ്സിനെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കും. ഒരു ബിസിനസ്സും പെട്ടെന്ന് നമുക്ക് റിസൾട്ട് തരില്ല, എന്നാൽ പെട്ടെന്ന് റിസൾട്ട് തരുന്ന ബിസിനസ്സും ഉണ്ടാവും. അപ്പോൾ അതിലും നമുക്ക് ക്ഷമ വേണം സ്റ്റിക്ക് ഓൺ ചെയ്യാൻ വേണ്ടിയിട്ട്. അതാണ് ഒരു പ്രധാനപ്പെട്ട അടിസ്ഥാനപരമായ സ്വഭാവം നമുക്ക് വേണ്ടത്. രണ്ടാമത്തെ, ഒരു സംരംഭകന് വേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു ക്വാളിറ്റി ഞാൻ മനസ്സിലാക്കുന്നത്, നമുക്കൊരു കമ്മ്യൂണിക്കേഷൻ സ്കില്ല് വേണമെന്നുള്ളതാണ്. നമുക്ക് ആശയവിനിമയം നടത്താൻ സാധിക്കണം. അത് ഏത് ലാംഗ്വേജ് ആയിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ ഏത് തരത്തിലായിക്കൊള്ളട്ടെ. നമുക്ക് നമ്മളുടെ കസ്റ്റമറോട്, അതല്ലാന്നുണ്ടെങ്കിൽ നമ്മളുടെ ക്ലയൻസിനോട്, അല്ലെങ്കിൽ നമ്മൾ സാധനം എടുക്കുന്ന ആളുകളോട്, അല്ലെങ്കിൽ നമ്മളുടെ തൊഴിലാളികളോട്, അല്ലെങ്കിൽ നമ്മളെ ആളുകളുമായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ സ്കില്ല് നമുക്ക് വേണം. അത് കമ്മ്യൂണിക്കേഷൻ സ്കില്ലെന്ന് പറയുമ്പോൾ അതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട സിറ്റുവേഷൻ അനുസരിച്ചിട്ട് നമുക്ക് സംസാരിക്കാൻ കഴിയണം. നമ്മളുടെ ഒരു പ്രോഡക്റ്റ് ആദ്യമായിട്ട് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരാളോട് സംസാരിക്കേണ്ട അതേ മെത്തേഡിലായിരിക്കില്ല നമ്മളെ കയ്യിൽ നിന്ന് സ്ഥിരമായിട്ട് സാധനം എടുത്തുകൊണ്ടിരിക്കുന്ന ഒരാളോട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത്. അതോടൊപ്പം തന്നെ നമ്മളെ സാധനം കണ്ടിന്യൂസ് ആയിട്ട് എടുത്തുകൊണ്ടിരുന്ന ഒരാൾ പുതിയൊരു പ്രോഡക്റ്റിലേക്ക് മാറുന്ന ഒരാളോട് വേറെ രീതിയിലായിരിക്കണം നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത്. അപ്പം 3 തലങ്ങളിൽ അതേപോലെ തന്നെ നമ്മളെ തൊഴിലാളികളോട് അതോടൊപ്പം തന്നെ നമ്മൾ സാധനം എടുക്കുന്ന ആളുകളോട് വിലപേശേണ്ടത്, അല്ലെങ്കിൽ അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അതിനൊക്കെ ഓരോന്നിനും ഓരോ രീതിയുണ്ട്. അപ്പോൾ അതിന് അടിസ്ഥാനപരമായിട്ട് അതൊക്കെ നമ്മൾ ചെയ്ത് വന്ന് പഠിക്കുന്ന കാര്യങ്ങളാണ്. പക്ഷേ എന്നിരുന്നാലും നമുക്കതിന് ഒരു കമ്മ്യൂണിക്കേഷൻ സ്കില്ല് നമുക്ക് അടിസ്ഥാനപരമായിട്ട് വേണം. ഒന്നുകിൽ നമുക്കത് ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മളത് ആ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് കിട്ടുന്ന എവിടുന്നെങ്കിലും അത് ബിസിനസ് ചെയ്യുന്ന ആളുകൾ, തുടങ്ങാൻ താല്പര്യമുള്ള ആളുകൾ അത് നമ്മൾ ലേൺ ചെയ്യണം. നമുക്കെല്ലാം പഠിക്കാമല്ലോ, പഠിക്കാൻ ഒരുപാട് മാർഗങ്ങളുണ്ട്. നമ്മൾ ജീവിതത്തിൽ പുതുതായിട്ട് എന്ത് നമ്മളിൽ ഇല്ലാത്തതുണ്ടോ അത് നമ്മൾ പുതുതായിട്ട് പഠിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ഒന്നുകിൽ നമുക്ക് അതില്ലാന്നുണ്ടെങ്കിൽ നമുക്ക് നേടിയെടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്കത് പഠിക്കാൻ സാധിക്കാത്തത്ര നമ്മൾ അതിനകത്ത് വീക്കാണെങ്കിൽ നമ്മൾ ബിസിനസ്സിലേക്ക് വരാതിരിക്കാം. അപ്പോൾ അടിസ്ഥാനപരമായിട്ട് ഈ 2 ഗുണങ്ങളോടൊപ്പം നമുക്ക് വേണ്ട ഒരു സംഗതിയാണ് അഡോപ്റ്റ് ചെയ്യാനുള്ളൊരു മെൻറ്റാലിറ്റി നമുക്ക് വേണം. ഉൾക്കൊള്ളാനുള്ളൊരു കഴിവും കൂടി ഉണ്ടെങ്കിൽ നമുക്ക് ഈ കഴിവുള്ള ആളുകളെ നമ്മൾ കൂടെ കൂട്ടാൻ സാധിക്കും. ആസ് എ പാർട്ട്ണറായിട്ട് അല്ലെങ്കിൽ എംപ്ലോയി ആയിട്ടൊക്കെ നമുക്ക് കൂടെ കൂട്ടിക്കൊണ്ട് നമ്മളെ ബിസിനസ്സിനെ മുമ്പോട്ട് കൊണ്ടുപോകാം. ഏതായാലും അടിസ്ഥാനപരമായിട്ട് നമുക്ക് ക്ഷമ എന്ന് പറയുന്ന സംഗതി ഇമ്പോർട്ടൻ്റ് ആണ്, നിർബന്ധമായിട്ടും വേണം. ബാക്കി സ്കില്ലൊക്കെ നമുക്ക് അതിനോടൊപ്പം തന്നെ ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്ന സ്കില്ലുകളാണ്. അതോടൊപ്പം ഞാൻ ഇതിനകത്ത് സൂചിപ്പിക്കുന്ന സംഗതി, ഏതൊരു ചെറിയ സംരംഭകത്വവും നമ്മൾ ചെറുതിൽ നിന്ന്, ഞാൻ പല വീഡിയോകളിലും പറഞ്ഞിട്ടുണ്ട്, ചെറുതിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് വലുതിലേക്ക് മെല്ലെ പോകുമ്പോൾ അതിൻ്റെ ഒരു ഗ്രോത്ത് കുറച്ചും കൂടി സ്റ്റേബിൾ ആയിരിക്കും. പെട്ടെന്ന് തകരാത്തൊരു അടിസ്ഥാനം നമുക്ക് നിർമ്മിച്ചെടുക്കാൻ ആ ബിസിനസ്സിലൊക്കെ സാധിക്കും. അപ്പോൾ ഈ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. മറ്റൊരു വീഡിയോയുമായി കണ്ടുമുട്ടുന്നത് വരെ ബൈ. താങ്ക് യു.